വാർദ്ധക്യം ഒരു കുഴഞ്ഞ കാലഘട്ടമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം പലതരം ദുരിതങ്ങളുടെയും കാലഘട്ടമാണ്. വാർദ്ധക്യകാലത്ത് പലതരം രോഗങ്ങളൊക്കെ ഉണ്ടാകും. അത് വാർദ്ധക്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പലതും പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാല സഹജ രോഗങ്ങൾ അതെല്ലാം സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ മക്കൾക്കും മരുമക്കൾക്കും ഭാരമായി തീരുന്ന നിരവധി ആളുകളുണ്ട്. അവിടെ ദുരിതം പല രീതികളിലാണ് വരിക. ഒന്ന്, രോഗത്തിൻ്റെ ദുരിതങ്ങൾ. രണ്ടാമത്തത് മരുന്ന് സമ്മാനിക്കുന്ന ആരോഗ്യ ദുരിതങ്ങൾ. പക്ഷെ അതും വാർദ്ധക്യത്തിൻ്റെ പേരിലാണ് പലരും കണക്കാക്കുക. മരുന്നുകൾ ദുരിതമുണ്ടാക്കുമെന്നോ, മരുന്നുകൾ അസ്വസ്ഥതയുണ്ടാക്കുമെന്നോ, മരുന്നുകൾ അസുഖങ്ങളുണ്ടാക്കും, അപകടങ്ങളുണ്ടാക്കുമെന്നോ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. മരുന്നുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കൂടെ, അത് മലബന്ധമായാലും ഗ്യാസ് ട്രബിളായാലും അസിഡിറ്റി കൂട്ടുന്നതായാലും പല ഭാഗങ്ങളിലുമുള്ള തേയ്മാനമായാലും എല്ലാം തൻ്റെ രോഗം മൂർച്ഛിച്ചു പോകുന്നതാണ്. ചികിത്സിച്ചിട്ടും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ചികിത്സിക്കാതെ കൂടി ഇരുന്നാലോ, കുറെ കൂടെ വലിയ ചികിത്സ വേണം എന്ന രീതിയിൽ കുറെ കൂടെ കുഴപ്പം നിറഞ്ഞ മരുന്നുകളിലേക്ക് പോകുകയാണ് പലരും ചെയ്യുക. ഈ മരുന്നുകളുടെ പേരിലുള്ള സാമ്പത്തിക ക്ലേശം, സാമ്പത്തിക ദുരിതമാണ് അടുത്തത്. ഡോക്ടറെ അടുത്ത് കാരണന്മാരെ കൊണ്ടുപോകുക, അവിടെ കാത്തിരുത്തി, അത് ഒരു ദിവസത്തെ പണിയാണ്. അത് മക്കൾക്ക് മറ്റൊരു ദുരിതം. ജോലി സ്ഥലത്ത് നിന്ന് ലീവ് എടുക്കാൻ കഴിയാത്ത, ബിസിനസ്സിൽ നിന്ന് കണ്ണുമാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ആധുനിക കാലത്ത് അത് ഏറെ വലിയ ദുരിതം മറ്റുള്ളവർക്ക്. അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളാണ് രോഗത്തിന് അടിമകളായി കൊടുക്കുന്ന, രോഗത്തിന് ചികിത്സകൾക്ക് പോകുന്ന ആളുകൾക്കുണ്ടാകുന്നത്. രോഗത്തിൻ്റെ കാരണം മാറ്റിയെടുത്ത് പ്രകൃതി രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ ഈ വാർദ്ധക്യകാല രോഗങ്ങൾ, വാർദ്ധക്യകാല അവശതകളെ എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. നേച്ചർ ലൈഫിന് വാർദ്ധക്യത്തിൻ്റെ ദുരിതങ്ങളെ, രോഗങ്ങളെയെല്ലാം മാറ്റിയെടുത്ത് ഊർജ്ജസ്വലതയോടെ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരെ നിങ്ങൾ ഓരോ ദിവസവും പരിചയപ്പെടുന്നുണ്ട്. അനുഭവങ്ങൾ പറയുന്നത് നല്ലൊരു ശതമാനവും വാർദ്ധക്യത്തിലേക്ക് എത്തിയവരാണ്. വളരെ കൂടുതൽ അസുഖങ്ങൾ ചെറുപ്പക്കാരുടേത് മാറുന്നുണ്ട്. പക്ഷെ ചെറുപ്പക്കാരത് പറയാൻ വിമുഖത കാണിക്കുന്നവരാണ്. ആളുകൾ എങ്ങനെ അറിയേണ്ട കാര്യമുണ്ടോ, എനിക്കിങ്ങനെ രോഗമാണ്, പ്രത്യേകിച്ച് വിവാഹവും കൂടെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒട്ടും അവർ പറയത്തില്ല. അവർ പറയാൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. നല്ലൊരു ശതമാനം വൃദ്ധരും ഇന്ന് മക്കളുടെ അടിമകളാണ്. പുറത്തിറങ്ങണമെങ്കിൽ അവരുടെ സമ്മതം വേണം. ആ ബൈപ്പാസ് കഴിഞ്ഞ് 3-4 ലക്ഷം മുടക്കി ബൈപ്പാസ് ചെയ്ത് ഇരുത്തിയേക്കാണ്. വീട്ടിലങ്ങനെ വെജിറ്റബിളായിട്ട് ഇരുന്നാൽ മതി. പ്രായമായ ആളുകൾ എന്ത് കാര്യത്തിനാണ് പുറത്തിറങ്ങി നടക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ഓരോരോ ഏർപ്പാടുകളിൽ? അവരുടെ കാലം കഴിഞ്ഞില്ലേ. കണ്ടം ചെയ്ത വണ്ടി എന്ന രീതിയിൽ പ്രായമായവരെ കാണുന്ന ധാരാളം മക്കളും മരുമക്കളും ഉണ്ട്. പ്രായമായിട്ടും ഒന്നും വിട്ടുകൊടുക്കാതെ മക്കളുടെയും മരുമക്കളുടെയും കഴുത്തി കയറിയിരിക്കുന്ന കാർന്നുമാരും ഉണ്ട്. രണ്ടും തെറ്റാണ്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ മക്കൾക്ക് 18 വയസ്സായാൽ ലഡു വിതരണം. 18 വയസ്സായ ചെറുക്കനല്ല ലഡു വിതരണം ചെയ്യുന്നത്. 18 വയസ്സായി മക്കൾക്ക് എന്ന സന്തോഷത്തിൽ കാർന്നോന്മാരാണ് ലഡു വിതരണം ചെയ്യുക. അവിടെ ലഡു ആയിരിക്കില്ല, മറ്റ് സ്വീറ്റ്സ് ആയിരിക്കും. 17ാമത്തെ വയസ്സിൽ വിതരണം ചെയ്തിട്ടില്ല, 19ലും വിതരണം ചെയ്യില്ല, 18ൽ വിതരണം ചെയ്യും. കാരണം അവൻ്റെ ശല്യം തീർന്നു, അവളുടെ ശല്യം തീർന്നു, ഇനി സ്വന്തം കാര്യം നോക്കിക്കൊള്ളണം. വേണമെങ്കിൽ ഒഴിച്ചുവിടാം. ഒഴിച്ചുവിടുന്നവർ ഉണ്ട്, ഒഴിച്ചുവിടാത്തവരും ഉണ്ട്. അവിടെ കുടുംബ ബന്ധമെല്ലാം വളരെ ശക്തമായി
സൗഹാർദ്ദത്തിൽ പോകുന്ന ധാരാളം കുടുംബങ്ങൾ വിദേശ രാജ്യങ്ങളിലുമുണ്ട്. മക്കൾക്ക് മക്കളുടെ വഴി, മാതാപിതാക്കൾക്ക് അവരവരുടെ വഴി. തങ്ങളുടെ മക്കൾ തങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നും വാർദ്ധക്യകാലത്തിൻ്റെ അവശതകളിൽ തങ്ങൾക്ക് സംരക്ഷണം തരണം എന്നുമുള്ള ഒരു ദുർവാശി അവിടെ കാണുന്നില്ല. ആ ഒരു അടിമത്തത്തിലേക്ക് സ്വയം വിധേയമായി കൊടുക്കുന്ന രീതിയിലും അവിടെ കാണുന്നില്ല. പകരം സ്വന്തമായി ജീവിക്കും. അതിന് വയ്യ എന്ന് തോന്നുമ്പോൾ വൃദ്ധരുടെ താവളങ്ങളിലേക്ക് ചേക്കേറും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവിടെ ധാരാളമുണ്ട്. നമ്മുടെ നാട്ടിലും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ജീവിതം, കുടുംബം, സമൂഹം ഇതിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 50-60 കൊല്ലങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റം, 50-60 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും മകനും ഭാര്യയും കുട്ടികളും അനുജനും കുട്ടികളും അങ്ങനെ ഒന്നിച്ചുകൂടി കഴിയുമായിരുന്നു. വീട് എന്ന് പറയുമ്പോൾ അധികം മുറികളൊന്നും പലയിടത്തും ഇല്ല. ചിലപ്പോൾ വലിയ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ അടിപിടി ഉണ്ടായെന്ന് വരും. അതൊക്കെ കാരണന്മാർ നിയന്ത്രിക്കും, അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാരുണ്ട്, അവരുടെ മധ്യസ്ഥതയിൽ തീർക്കും. ജീവിതം പുരോഗമിച്ചതോടുകൂടി കാർഷിക വൃത്തിയിൽ നിന്ന് വ്യവസായ വൃത്തിയിലേക്ക് മാറിയതോടുകൂടി വീട്ടിൽ അങ്ങനെ അധികം ആളുകളൊന്നും ഉണ്ടാകണമെന്നില്ല. കൃഷി ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. കാശ് കൊടുത്ത് സാധനം വാങ്ങിക്കാൻ കഴിയുന്നു. അങ്ങനെ വന്നപ്പോൾ ഒന്നിച്ചുകൂടി ജീവിച്ച് ഒന്നിച്ചുകൂടി കൃഷി ചെയ്ത് ആളുകളുടെ ആവശ്യമൊക്കെ കുറഞ്ഞു. കുറച്ചുകൂടെ അണുകുടുംബങ്ങളിലേക്ക് മാറാനുള്ള താല്പര്യം വന്നു. കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിലങ്ങനെ നിന്ന് പോകാൻ വന്നു കയറുന്ന പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല. അമ്മായിയമ്മ മരുമോൾ പോര് നമ്മുടെ സാഹിത്യകൃതികളിലും സിനിമകളിലുമെല്ലാം രസകരമായ പ്രതിപാദ്യമായി മാറിയിട്ടുണ്ട്. അമ്മായിയമ്മേനെ അമ്മിയിൽ വെച്ചിട്ട് നല്ലൊരു കല്ലുണ്ട് നാരായണ, അങ്ങനെയുള്ള രസകരമായ ചൊല്ലുകളുമൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ടായി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് നമ്മളൊരു 3 ദിവസത്തെ പഠന ക്യാമ്പ് നടത്തുന്നത് ഞാൻ പറഞ്ഞിരുന്നു. നവംബർ 8, 9, 10 തീയതികളിലാണ് ക്യാമ്പ് നടക്കുക. ശിവഗിരി മഠത്തിൻ്റെ അധിപൻ സ്വാമി സച്ചിദാനന്ദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതി രാവിലെ വൈക്കത്ത് സ്വാതന്ത്ര്യ സമര തീർത്ഥാടന യാത്ര നടക്കും. ഗാന്ധിജിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി ആ യാത്ര നയിക്കും. ഗാന്ധിമാർഗ വിഭാഗത്തിൻ്റെ തലവനും ലോകത്തെ പല പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെയും എമിറേറ്റ്സ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ MP മത്തായിയാണ് ക്യാമ്പിൻ്റെ ഡയറക്ടർ. പകയുടെ, ക്രോധത്തിൻ്റെ, പ്രതികാര വാഞ്ഛയുടെ തലത്തിൽ നിന്ന് മാറി എങ്ങനെയാണ് നമുക്ക് തെറ്റ് ചെയ്യുന്നവരെ കൂടെ തിരുത്തി എല്ലാവരും നല്ലവരാകുന്ന ഒരു സമൂഹത്തിലേക്ക് മുന്നേറാൻ സാധിക്കുക, ആ ഒരു പഠനം കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള നമ്മുടെ പഠന ക്യാമ്പുകളിൽ നടക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ തീർച്ചയായും ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കേണ്ടതാണ്. സാമൂഹ്യ തിന്മകൾക്കെതിരെ, വ്യക്തിപരമായി നേരിടുന്ന തിന്മകൾക്കെതിരെയും എങ്ങനെ പ്രതികരിക്കണം, ആരോഗ്യകരമായ പ്രതികരണങ്ങൾ എങ്ങനെയാണ്, അതാണ് ക്യാമ്പിൻ്റെ മുഖ്യ വിഷയം. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വാതന്ത്ര്യ സമര തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9496044500 എൻ്റെ നമ്പർ തന്നെയാണ്. നമുക്ക് ഒരു തുടർ പരിപാടിയായി സാമൂഹ്യ പരിവർത്തനം വീണ്ടും സാധ്യമാകുന്ന, നവോത്ഥാനം സാധ്യമാകുന്ന ഒരു പ്രവർത്തന മേഖലയായി വൈക്കത്തെ തിരഞ്ഞെടുക്കാം. തീർച്ചയായും പ്രകൃതി ജീവനവും നമ്മുടെ ക്യാമ്പിലെ ഒരു വിഷയമാകും. പ്രകൃതി ജീവന ക്യാമ്പുകളും നമുക്ക് തുടർച്ചയായി തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും നടത്തേണ്ടതുണ്ട്. നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അമ്മായിയമ്മ എല്ലാത്തിലും കയറി ഇടപെടും. വീടിൻ്റെ ഭരണം വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് ചെയ്യരുത്, അത് ചെയ്യടി, ഇത് ചെയ്യടി.
അങ്ങനെ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ, കർക്കശമായ നിയമങ്ങൾ, പ്രൈവസി കിട്ടുന്നില്ല, ഭർത്താവുമായിട്ടുള്ള നിമിഷങ്ങളിൽ സ്വകാര്യതയില്ല. ഇങ്ങനെയെല്ലാം ആയപ്പോഴാണ് വേറെ മാറി താമസിക്കുക, അങ്ങനെ ഒരു ചിന്ത കൂടുതൽ ശക്തമായത്. ഇപ്പോൾ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കോവിഡോടുകൂടി ലോകമെമ്പാടും ഉണ്ടായ മാറ്റങ്ങളിൽ ചില നല്ല മാറ്റം, പലരും ദുരിത ജോലികൾ ദുരിതങ്ങളായി തിരിച്ചറിഞ്ഞു. പണമൽപ്പം കുറഞ്ഞാലും സ്വസ്ഥതയുള്ള ജോലികൾ മതി, സ്വയം ചെയ്യാൻ കഴിയുന്ന ജോലികൾ മതി, തൊഴിലടിമത്തം, ആരാണ്ടിൻ്റെയും കണക്ക് കൂട്ടിയും കുറച്ചും ആയുസ് പാഴാക്കണ്ട എന്നെല്ലാം തീരുമാനിച്ച ധാരാളം പേരുണ്ട്. ഞാൻ ഒരിടത്ത് കേട്ടത് ഏതാണ്ട് 40 ലക്ഷത്തോളം അമേരിക്കക്കാർ തൊഴിലുകൾ വേണ്ട എന്ന് വെച്ചു എന്നാണ്. നമ്മുടെ നാട്ടിലും ടെക്കി തൊഴിലുകളിൽ നിന്ന്, ചാനൽ തൊഴിലുകളിൽ നിന്ന് കൃഷിയിലേക്ക് പോയ ചിലരെയൊക്കെ എനിക്കറിയാം. പക്ഷെ എന്തൊരു ശാന്തത, എന്തൊരു മനസമാധാനം, എന്തൊരു ആശ്വാസം. പമ്പരം പോലെ കറങ്ങുന്ന ജീവിതം, പമ്പരം പോലെ കറങ്ങുന്ന തൊഴിൽ. 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ശമ്പളം, പക്ഷെ അത് ചെലവഴിക്കാനുള്ള 5 മിനിറ്റ് മാത്രം ഇല്ല. ഇങ്ങനെ ഒരു ദുരിത ജീവിതത്തിൽ കെണിയിൽ പെട്ടുപോയിട്ടുള്ള ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ അച്ഛനും അമ്മയും അവരെങ്കിലും വീട്ടിലുണ്ട്, കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. തിരിച്ചെത്തുമ്പോൾ എന്തെങ്കിലും വായിൽ വയ്ക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും എല്ലാം സാന്നിധ്യം നല്ലതാണ്. എല്ലാറ്റിനും നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. പക്ഷെ ആ ചീത്തയെല്ലാം നല്ലതിനേക്കാൾ കുറവാണ്. തൂക്കി നോക്കുമ്പോൾ നല്ലത് തന്നെയാണ് കൂടുതൽ, ചീത്ത കുറച്ചൊക്കെ സഹിക്കാം എന്ന നിലയിലേക്ക് വരികയും കാരണന്മാരെ കൂടെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. വിദേശങ്ങളിലേക്ക് പോയവരിൽ അത് ശക്തമാണ്. ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി, നഴ്സാണ്. ഭർത്താവിന് ഡേ ഡ്യൂട്ടി. പിള്ളേർ അഭയാർത്ഥികൾ, അനാഥർ. പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഭർത്താവ് രാവിലെ പിള്ളേരെല്ലാം കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം ഇടിയിച്ച് ജോലിക്ക് പോകുമ്പോൾ കാറിൽ കയറ്റി കൂടെ കൊണ്ടുപോകും. ഭാര്യ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് രണ്ടുപേരും കണ്ടുമുട്ടും, കാറ് നിർത്തും, ഒന്ന് കെട്ടിപ്പിടിക്കും, എന്താ വിശേഷമെന്നൊക്കെ ചോദിക്കും. പിള്ളേരെ ഭാര്യയുടെ കാറിലേക്ക് കൊടുത്തിട്ട് ഭർത്താവ് നേരെ ജോലിക്ക് പോകും. ഭാര്യ സമയമുണ്ടെങ്കിൽ പിള്ളേരെ വീട്ടിൽ കൊണ്ടുവന്ന് കുറേ നേരം കൊണ്ട് ഇരുത്തിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ നേരിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ട് അവൾ വീട്ടിൽ പോയി രാത്രിത്തെ ബാക്കിയായ ഉറങ്ങിത്തീർത്ത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ച് അവൾ കഴിച്ച് പിള്ളേരുടെ സ്കൂൾ കഴിയുമ്പോൾ അവരെ പോയി എടുത്ത് അവരെ അല്പം പഠിപ്പിച്ച് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് പിള്ളേരെയും വണ്ടിയിലിട്ട് അവൾ ഇറങ്ങും. ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡിനെ ഇടയ്ക്ക് വെച്ച് കാണും. വീണ്ടും പതിവ് പരിപാടിയെല്ലാം നടക്കും. പിള്ളേരെ കൈമാറും. പിള്ളേരെയും കൊണ്ട് ഭർത്താവ് കാർ ഓടിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഉണ്ട്. അവരിപ്പോൾ പറയുന്നത് അച്ഛനും അമ്മയും കൂടെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട് വീർപ്പ് മുട്ടുന്നത് എന്തിനാണ്? ആ നാട്ടിലുള്ള സ്വത്തെല്ലാം വിറ്റിട്ട് ഇങ്ങോട്ട് പോര്. അങ്ങനെ PR എടുത്ത്, പെർമനൻ്റ് റെസിഡൻസി എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന ധാരാളം കാരണന്മാരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിണറ്റിൽപ്പെട്ട തവളയെപ്പോലെയാകും. ചെറുപ്പക്കാർ പോലും കിണറ്റിൽപ്പെട്ട തവളകളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്വതന്ത്ര വായു ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത്, എന്തിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അന്യനാട്ടിൽ പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റുപാടെല്ലാവരെയും അറിയാം, അവർക്ക് നമ്മളെ അറിയാം, നമ്മുടെ കാരണന്മാരെ അറിയാം, നമ്മുടെ സ്വഭാവം അറിയാം. എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്, പരിചയമുണ്ട്, ഇടപാടുകളുണ്ട്. എൻ്റെ നാട്ടിൽ, ഞാൻ വൈപ്പിങ്ങരയിലാണ്, മാലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ്.
എത്ര പേരെ എനിക്കറിയാം, പേരുകൊണ്ടറിയാം? 100, 1000, 5000, 10000. അയ്യോ, ധാരാളം പേരെ എനിക്ക് പേരിലറിയാം. ഞാൻ അവിടെ നിന്നിപ്പോൾ ഉലകം ചുറ്റും വാലിബനായി മാറിയിട്ട് 10-25 കൊല്ലമായി. എന്നാൽ പോലും ഇപ്പോഴും എത്രയോ പേരെ എനിക്ക് പേരിലറിയാം. പേരിലറിയാൻ പാടില്ലാത്ത, കണ്ടാലറിയാവുന്ന അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളുണ്ട്. അങ്ങനെയും അറിയാൻ പാടില്ല എങ്കിലും എന്നെ അറിയാവുന്നവരെത്രയോ ഉണ്ട്. ഇറങ്ങി വഴിയിലൂടെ നടന്നാൽ എൻ്റെ ശ്രീമതി സൗമ്യയും എൻ്റെ കൂടെ വൈപ്പിൽ ഇറങ്ങി നടക്കില്ല, നടന്നാൽ നീങ്ങില്ല. ഓരോരുത്തർ വരും, ചാടി വരും, സ്നേഹം പറയും, പരിചയം പറയും, അവരുടെ കാര്യങ്ങൾ പറയും, ചിലത് ചോദിക്കും. അങ്ങനെ ഒരു ജൈവ ബന്ധം. ഞാൻ തായ്ലാൻഡ് പോയി എത്രയോ നാൾ നിന്നിട്ടുണ്ട്. വിയറ്റ്നാമിൽ നമ്മുടെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലാൻഡിലും സിംഗപ്പൂരിലും ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഞാൻ എത്രയോ ദിവസങ്ങൾ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. തായ്ലാൻഡിൽ പിന്നെയും ഞാൻ സഞ്ചരിക്കുമ്പോൾ പലരും വന്ന് പരിചയം പറയും, സ്നേഹം പറയും. ഏതാണ്ട് കേരളത്തിൻ്റെ അടുത്തെത്തുന്ന രീതിയിലുള്ള ഒരു സൗഹാർദ്ദ തലം എനിക്ക് തായ്ലാൻഡിലുണ്ട്. പക്ഷെ എന്നാൽ പോലും എൻ്റെ ആവശ്യത്തിന് ഒരാൾ എത്തണമെന്നില്ല, ഉപകാരപ്പെടണമെന്നില്ല. എനിക്ക് വഴിയിൽ വെച്ചൊരാപത്തുണ്ടായാൽ ഓടിയെത്തി എന്നെ വേണ്ടപ്പെട്ട ഒരാളായി കരുതിയെടുക്കാൻ അവിടെ അന്നേരം ആളുണ്ടാകണമെന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എൻ്റെ തെറ്റുകൾ പോലും പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാവുന്ന സൗഹാർദ്ദം, അല്ലെങ്കിൽ ആരെങ്കിലും ഇടപെട്ടതെന്ന് തീർത്തു തരുന്ന ഒരു സാമൂഹ്യ സുരക്ഷിതത്വം ജന്മനാട്ടിൽ എല്ലാവർക്കും ഉണ്ടാവും. നഗരങ്ങളിൽ അത് അപൂർവമായിരിക്കും. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതുണ്ട്. വിദേശങ്ങളിലേക്ക് ഇവിടെ ഒന്നും ശരിയല്ല, അവിടെയാണ് സ്വർഗമെന്ന് പറഞ്ഞ് പറക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ അവിടെ ചെന്ന് പെട്ടുപോയി കഴിയുമ്പോഴാണ്, ലക്ഷങ്ങൾ മുടക്കി തിരിച്ചു വരാനും ആവില്ല, അവിടെ തുടരുകയേ നിവൃത്തിയുള്ളൂ എന്നാകുമ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയുക. ഏതായാലും അങ്ങനെ വിദേശത്തേക്ക് നാട്ടിലുള്ളതെല്ലാം വിറ്റുപെറുക്കി പോകുന്ന കാർന്നമാരുമുണ്ട്. അവിടെ ചെന്ന് ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ കഴിയുക. പലപ്പോഴും ഭീകരമായ തണുപ്പായിരിക്കും, പുറത്തിറങ്ങാൻ കഴിയില്ല. എന്നിരുന്നാലും അവർക്കൊരു കുടുംബ ബന്ധം സ്നേഹത്തോടെ പോവുകയാണെങ്കിൽ അതെങ്കിലും അവിടെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. മക്കൾക്കും മരുമക്കൾക്കും അവരുടെ ജീവിതത്തിലെ പിന്തുണയായി, ആവശ്യാനുസൃതമായ പിന്തുണയായി, കണ്ണി കണ്ടതിലെല്ലാം കയറി ഇടപെട്ടും വഷളാക്കിയും നിർബന്ധിച്ചും തള്ളിവിട്ടും ചീത്ത പറഞ്ഞും അല്ല, ആവശ്യത്തിനനുസരിച്ചുള്ള പിന്തുണയായി, അങ്ങനെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ വാർദ്ധക്യത്തിലെത്തിയവർക്ക് സാധിക്കണം. പ്രായം ചെന്ന അമ്മൂമ്മയും അപ്പൂപ്പനും മൂലക്കിരിക്കണം എന്നുള്ള ദുശാഠ്യം മക്കൾ മാറ്റണം. ആരോഗ്യമുള്ളവരാണവരെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ചില ഉൽപാദന മേഖലകൾ കൂടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയൊരു കോട്ടേജ് ഇൻഡസ്ട്രി, ഇവിടെയാണ് മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെയും നാം തിരിച്ചറിയേണ്ടത്. 90 ഒരു അമ്മൂമ്മയ്ക്കും ചർക്കയിൽ പതുക്കെ കുറച്ചു നേരം നൂല് നോക്കാം. അവരുടെ ആഹാരത്തിൻ്റെ വക അവരുണ്ടാക്കുമെങ്കിൽ നമ്മുടെ താഴെത്തട്ടിലുള്ളത് മാത്രമല്ല, ഉയർന്ന നിലയിലുള്ള കുടുംബങ്ങളിൽ പോലും സമീപനത്തിൽ മാറ്റം ഉണ്ടാകും. അങ്ങനെയുള്ള ഉൽപാദന രീതികളുണ്ട്. അങ്ങനെയുള്ളവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ വലിയ പരിഗണന നൽകി വാങ്ങാൻ നമുക്ക് സാധിക്കുകയും വേണം. ഞാനൊരു കാര്യം പറയാം. പാലക്കാട് മലമ്പുഴ റൂട്ടിലെ അകത്തേത്തറയിൽ ഒരു ഖാദി കേന്ദ്രമുണ്ട്. അവിടെയാണ് നമ്മുടെ ശബരി ആശ്രമം. ഖാദി കേന്ദ്രത്തിലെ 10-30ഓളം ജീവനക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. അവരെല്ലാവരും മധ്യവയസ്സെത്തിയവരും പ്രായം ചെന്നവരും ഒക്കെ ആയിട്ടുള്ളവരാണ്. ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് അങ്ങനെ വരാറില്ല, ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഈ അകത്തെ തറയിലുള്ള ഖാദി തൊഴിലാളികൾ നമ്മുടെ സഹോദരന്മാർ ഒന്നാന്തരം വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്ന സമയത്ത് ആദ്യകാലത്ത് ഖാദി ഉണ്ടാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കേന്ദ്രമാണ്. ഗാന്ധിജി അവിടെ വന്നിട്ട് അവരുടെ ഖാദി വസ്ത്രം എടുത്ത് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇത്രയും മനോഹരമായ വസ്ത്രങ്ങൾ അകത്തെ തറ ഖാദിക്കാരുണ്ടാക്കുന്നു. ആ ഖാദി കേന്ദ്രത്തിൽ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഇരുന്നാൽ 5 മീറ്റർ തുണി നെയ്യാൻ സാധിക്കും. ഒരു തുണിക്ക് 200 രൂപയൊക്കെ നെയ്യുന്ന തൊഴിലാളിക്ക് കിട്ടണം. നമ്മളിൽ എത്ര പേര് ആ ഒരു പരിഗണനയോടെ അവരുടെ വസ്ത്രം വാങ്ങുന്നുണ്ട്? അവരുണ്ടാക്കുന്ന തുണികൾ ചിലവാകുന്നില്ല. ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മിൽത്തുണി, പളവളാ മിന്നുന്ന മിൽത്തുണി കിട്ടും. അതിൻ്റെ അനാരോഗ്യ പ്രശ്നങ്ങളൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. അത് ശരീരത്തിലുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയെക്കുറിച്ച്, ബോഡി ഇലക്ട്രിസിറ്റിയുമായിട്ടുണ്ടാകുന്ന സംഘർഷത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതുണ്ടാക്കുന്ന ത്വക്ക് രോഗങ്ങളും ക്യാൻസർ സാധ്യതകളും ഒക്കെ ആർക്കാണ് ചിന്തയുള്ളത്? അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രഥമ പരിഗണന, അല്ലെങ്കിൽ പ്രഥമ പരിഗണനയൊന്നും വേണ്ട, പ്രത്യേക പരിഗണന കൊടുക്കാൻ. അകത്തെ തറയിലെ ശബരി ആശ്രമത്തിലാണെങ്കിൽ അവിടെ ഒരു പൈതൃക കലാകേന്ദ്രം, സാധാരണ സ്ത്രീകൾ, അതിൽ പെൺകുട്ടികൾ വരെയുണ്ട്, അവർ ചിരട്ട കൊണ്ട് കമനീയമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നു, മുള കൊണ്ട് പുട്ടുകുറ്റി ഉണ്ടാക്കുന്നു, കൈ കൊണ്ടുണ്ടാക്കുന്നതാണ്. സാധാരണ വീട്ടമ്മമാരായിരുന്നു. 1 മാസത്തെ ട്രെയിനിങ് കൊണ്ട് അമ്പരപ്പിക്കുന്ന കലാരൂപങ്ങൾ അവരുണ്ടാക്കുകയാണ്. വാങ്ങണ്ടേ? അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ വരുമാനത്തിൻ്റെ 10% അല്ലെങ്കിൽ നമ്മൾ വസ്ത്രം വാങ്ങുന്നതിൻ്റെ ഒരു വിഹിതമെങ്കിലും മാറ്റിവെച്ച്, ഇവർക്ക് വേണ്ടി മാറ്റിവെച്ച് അതിനെ കൂടെ ശക്തിപ്പെടുത്തണ്ടേ? ആ ഒരു ദൃഷ്ടി നമ്മുടെ സമൂഹത്തിലെ ഒരു മാറേണ്ട ദൃഷ്ടിയായി വരണം. അപ്പോൾ വാർദ്ധക്യത്തിലെത്തിയവർക്കും ചെയ്യാവുന്ന തൊഴിൽ മേഖലകൾ ഉണ്ടാവണം. സർക്കാരിനും ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അക്കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നുണ്ട്. കൃഷിയുടെ കാര്യത്തിൽ പി പ്രസാദ് കൃഷിമന്ത്രി നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാം. വേണ്ടത്ര പ്രചരണം, ശ്രദ്ധ അതിന് കിട്ടുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. അപ്പോൾ പ്രായം ചെന്നവർക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെയെല്ലാം എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാം. വീട്ടിലേക്ക് ആശ്വാസമാകും, ആരോഗ്യ ഭക്ഷണം കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂട്ടായി ചിന്തിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സാധിക്കും. ഓരോ റെസിഡൻസ് അസോസിയേഷനിലെയും പ്രായമുള്ളവരെ കണ്ടെത്തി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖാദി ഗ്രാമോദ്യോഗ കേന്ദ്രങ്ങളുണ്ട്, ഗാന്ധിയൻ സംഘടനകൾ നടത്തുന്നത്. അവിടെ ബന്ധപ്പെട്ടാൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഖാദി ഷോപ്പുകളിലൂടെ, ആ കടകളിലൂടെ വിൽക്കാൻ സാധിക്കും. അടുത്തുള്ള കടക്കാരോട് ചോദിക്കാം. പല രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. പൽപ്പൊടി ഉണ്ടാക്കാം, സോപ്പിന് പകരമുള്ളത് ഉണ്ടാക്കാം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഡോക്ടർ ജേക്കബ് പുളിക്കൻ തിരുവനന്തപുരത്ത് YMCAയിലും ഗാന്ധി ഭവനിലുമെല്ലാം സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ടാക്കുന്ന 100 കണക്കിന് ഉൽപ്പന്നങ്ങളാണ്. ഭാഗ്യവശാൽ അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ധാരാളം പേര് പിന്തുണ നൽകുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലായിടത്തും ആവാം. ഡോക്ടർ ജേക്കബ് പുളിക്കനുമായി ബന്ധപ്പെട്ടാൽ പരിശീലനം 2 ദിവസ കോഴ്സിന് 200 രൂപ. വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായി ഏത് സാധാരണക്കാരനും വന്ന് പങ്കെടുക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പരിശീലന പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയെല്ലാം കണ്ടുപിടിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾ അവരുടെ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തണം. അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങാനും കൂടെ തയ്യാറായാൽ, അതിനൊരു പ്രഥമ പരിഗണന കൊടുത്താൽ ഇങ്ങനെ ഒരു ഭാഗം. മറ്റൊരു ഭാഗത്ത് പ്രായപൂർത്തിയായവരെ അടിമകളായി കാണുന്ന മനോഭാവം മക്കൾ മാറ്റണം. അതിനാദ്യം വേണ്ടത് പ്രായം ചെന്നവർ ബാധ്യതയായി മാറുന്ന ഒരു അന്തരീക്ഷം മാറണം.
ആ ബാധ്യത അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയല്ല. കേരളത്തിൽ ഇന്ന് പ്രായം ചെന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ബാധ്യതയാകുന്നത് കിട്ടുന്ന കാശ് മുഴുവൻ കള്ളു കുടിച്ച് കളയുന്ന ചില തോന്നിയവാസി മക്കൾക്ക് മാത്രമാണ്. മരുന്നുകളുടെ ബാധ്യത ചികിത്സകളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാവട്ടെ മക്കളെ വല്ലാതെ ഞെരുക്കുന്നതാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, ഒഴിഞ്ഞു മാറാൻ പ്രേരിപ്പിക്കുന്നതാണ്. വലിയ ചെലവാണ് പ്രായം ചെന്നവരുടെ ചികിത്സാ ചെലവ്. അവരൊന്ന് ആശുപത്രിയിലായി കഴിഞ്ഞാൽ 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് ആശുപത്രിക്കാർ പിഴിഞ്ഞൂറ്റിയെടുക്കുന്നത്. പ്രായം ചെന്നവർ അവരുടെ ചികിത്സ പ്രകൃതി ചികിത്സ തന്നെയാക്കി നോക്ക്. നിങ്ങളുടെ രോഗങ്ങളും മാറിക്കിട്ടും, പ്രായാധിക്യത്തിൻ്റെ അവശതകളും മാറിക്കിട്ടും. കുടുംബത്തിൽ നിങ്ങളുടെ സ്ഥാനം വേറൊന്നായി തീരും. നിങ്ങൾ മക്കൾക്ക് ഭാരമാവില്ല, നാടിന് ഭാരമാവില്ല. പ്രകൃതി ജീവനത്തിലൂടെ രോഗങ്ങൾ മാറ്റി ആരോഗ്യത്തോടെ പറന്നു നടക്കുന്ന എത്ര പേരെ കാണിച്ചു തരണം. 70 കഴിഞ്ഞവർ, 80 കഴിഞ്ഞവർ 10 പൈസയുടെ ചെലവില്ലാതെ കുറഞ്ഞ ആഹാരത്തിൽ, ആഹാരം കഴിപ്പ് കൂടുകയുമല്ല ചെയ്തിട്ടുള്ളത്, ശരീരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു വിവേകത്തിലേക്ക് കൂടെ വന്നാൽ വാർദ്ധക്യം അടിമത്തത്തിലാവേണ്ട കാര്യങ്ങളില്ലാതെ വരും, കാരണങ്ങളില്ലാതെ വരും. സാമൂഹ്യ സേവനത്തോടൊപ്പം യാത്രകൾക്ക് പോകണം. നമ്മുടെ നാട്ടിലത് കാശിക്കോ, ഗംഗോത്രി, ജമുനോത്രി, ബദരിനാഥ്, കേദാർനാഥ്, ഋഷികേശ്, ഹരിദ്വാർ, എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് യാത്ര ചെയ്യുക. വാർദ്ധക്യം രോഗത്തിൻ്റെതല്ല, അവശതയുടേതല്ല, ആനന്ദത്തിൻ്റെതാവണം, ആഹ്ലാദത്തിൻ്റെതാവണം. തിരിഞ്ഞു നോക്കി എല്ലാം പൂർത്തിയായി, എല്ലാം നന്നായി തന്നെ ഞാൻ ചെയ്തു, നന്നായി തന്നെ ഞാൻ ജീവിച്ചു, സുന്ദരമായിരുന്നു എൻ്റെ ജീവിതം, സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കണം. മരിക്കേണ്ട നേരത്ത് അത് തന്നെ വന്നോളും. ആ നിമിഷം വരെ, അന്ത്യനിമിഷം വരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സമാധാനം ഉണ്ടെങ്കിലേ സന്തോഷമുള്ളൂ, ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കണം. ആരോഗ്യത്തോടെ ജീവിക്കുന്നവർക്ക് ആരോഗ്യത്തോടെ മരിക്കാനും സാധിക്കും. കമൻറ്റുകൾ എഴുതണം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പാട്ട് ടോക്കിന് നല്ല ധാരാളം കമൻറ്റുകൾ വന്നു, വളരെ സന്തോഷമായി. നിങ്ങളുടെ മനസ്സുകൂടെ അറിയാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ആ കമൻറ്റുകളിൽ ചിലതാണ് കുറെ കൂടെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഷെയർ ചെയ്യണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കഴിയുന്നത്ര ആളുകളോട് ഈ വിഷയം നിങ്ങൾ സംസാരിക്കണം. ഷെയറിംഗ് ഒക്കെ നടക്കട്ടെ, നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ ഭാഗങ്ങളുടെ ചേർത്ത് സംസാരിക്കണം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.